தமிழ் அப்படின்ற ஒரு மொழி ஆளுமை செலுத்த காரணம் முருகப்பெருமானா சிவபெருமானா? சிவன்னு சொல்லണது யூனிவர்ஸ் எனர்ജി தான். അവരുടെ സൺ தான் മുരുകപ്പെരുമാൾ. ഇപ്പം നമ്മൾ പ്രെയർ பண்ண ഭോഗർ സമാധി ആക്ച്വലി ഭോഗർ സമാധി അല്ല ഇപ്പം இருக்கிறது. മുരുകപ്പെരുമാൾ ശിലയിരിക്കില്ല, ആ ശിലയ്ക്ക് കീഴെ தான் ഭോഗർ സമാധി. முருகன் தான் ஆயுதத்தோட சொரூபம்னு பார்த்தாலே, ஆனால் இங்கே கம்மியாக இருக்குது, அங்கே அதிகமாக. இது எப்படி நம்ம எடுத்துக்கிறது? இந்த യാഗத்துக்கு அப்புறம் என்ன நடக்க போகுதுன்னு பாருங்க. ஒரு யாகம் பண்ணுறதால இவ்வளோ விஷயங்கள் நடக்குமா? ഞാൻ നടക്കണ കാരണമല്ല, ഡിസിഷൻ മുരുകപ്പെരുമാളിൻ്റെ. அருட்பெருஞ்சோதி மாதிரி நீங்கள் முருகப்பெருமான ஜோதி வடிவில் பார்த்துருக்கேன்னு சொல்கிறீங்க. അതൊരു 2013 தான். அதுக்கப்புறம் நிறைய தடவை பார்த்துருக்கேன். தமிழ் மக்கள் பழனி கோயிலுக்கு வர்ற அளவுக்கு கேரள மக்கள் நிறைய பேர் வராங்க. அந்த രണ്ടാമത്തെ சிலയുടെ எனர்ജി വെളിയിൽ വരുന്ന ടൈം ഇவ்வளோ സബ്ജക്റ്റ് നടക്കുമ്പോൾ കണ്ടിപ്പാ ഉലകം മുഴുവൻ പഴനി നോക്കിയിട്ട് വരും. சார், இந்த உலகத்தோட ஊரோட பேரே ஊர்னு சொல்லுவாங்க சார். ஒரு ரிசர்ச்சில் கண்டுபிடிக்கப்பட்ட விஷயம் தான். ஏன்னா மேலை நாடுகளே உருவாகாத டைமில் அவங்களுக்கு அங்கே மொழியே இல்லாதப்ப நம்ம நாட்டில் புலவர்கள் வாழ்ந்திருக்காங்க. நம்ம மொழியில் அவ்வளோ ஆளுமையாக இருந்திருக்கும். தமிழ் அப்படின்ற ஒரு மொழி ஆளுமை செலுத்த காரணம் முருகப்பெருமானா சிவபெருமானா? ஏன்னா முருகருக்கே அப்பா சிவன்னு சொல்கிறாங்க. அதில் உங்களோட கருத்து சார்? சிவபெருமாள், ഞാൻ അതുதான் சொல்ல വന്നത്. കുമാരികൾ ശിവന്ന് சொல்லണത് യൂണിവേഴ്സ് എനർജി தான். അതിന് ഹ്യൂമൻ ഫോം தான் ശങ്കരൻ എന്ന് சொல்லிட்டு നമ്മൾ വണങ്ങണത്. അവരുടെ സൺ தான் മുരുകപ്പെരുമാൾ. ശിവൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജിയുടെ ഉള്ളിൽ വന്നതാൽ അവർ ബർത്തായത് അടന്ത കുമാരികാണ്ഡം. അവർ അങ്ങിരുന്നിട്ട് വളർന്ന് மக்களுக்கெல்லாம் கைட் பண்ணி தமிழ் லாங்குவேஜ் ஸ்டார்ட் பண்ணியது இவர் தான், முருகப்பெருமாள் தான். அதுதான் அவரோட கனெக்ஷன். அப்போ உங்களுக்கு கேட்ட கேள்விக்கு முருகப்பெருமாள் தான் அது ചെയ്തിരിക്കുന്നത്. அதுக்கப்புறம் எல்லாம் கைட் பண்ணி போയിരിക്കുന്നത്. അപ്പോൾ ആ തമിഴായിട്ട് അവളോ കണക്ഷൻ മുരുകപ്പെരുമാൾക്ക് ഇരിക്കാം. ഇനി ഒരു വിഷയം കൂടി ചൊല്ലാം. അല്ല, അടുത്ത ഞാൻ രണ്ട് യാഗം കൂടി ചൊല്ലാണ്ട് അന്ന ടൈം അതും കൂടി ചൊല്ലിയിട്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റിൽ പോകാം. ലാസ്റ്റ് ആഗസ്റ്റ് 15 നമ്മളൊരു യാഗം കൂടി പണിയാச்சு. ഇൻഡോ ഈസ്റ്റ് ഏഷ്യ മുരുക വേൾവി, அதுதான் பேர். யிங் யாங் யாகம் பழனியில் தான். இப்போ லாஸ்ட்டு 6 months முன்பு அந்த யாகம் எப்படி நடத்திச்சா, നമ്മൾ ഒരു ടൈമിൽ ഇങ്ങേന്ന് സിദ്ധന്മാർ ചൈനയിലേക്ക് ട്രാവൽ பண்ணிட்டாയിരുന്നു. ചൈനയിൽ നിന്ന് ഇங்கேயும் വന്നാச்சு. ഇപ്പോൾ ബോഗർ സിദ്ധർ നിറയെ തടവ ചൈനയ്ക്ക് പോയിരിക്കുക. ഒരു തടവ അങ്ങ് ഒരു ഉയരെടുത്ത് ലാവോസ് എന്ന പേരിൽ ഉയരെടുത്ത് ഒരു റിലീജിയൻ സ്റ്റാർട്ട് പണിയാச்சு, താവോയിസം. അതിപ്പോഴും ചൈനയിലിരിക്കുക, സിംഗപ്പൂരിക്കുക, വേൾഡ് മുഴുവൻ ഇരിക്കുക. ഒരു ബുക്ക് എഴുതിയാச்சு, താവോ തേച്ചിങ് എന്നൊരു ബുക്ക് എഴുതിയിരിക്കുക. അത് ബോഗറായിട്ട് ரொம்ப കണക്റ്റഡ്. അതിൽ ഈ യിങ് യാങ് ഒക്കെ എല്ലാം ചൊല്ലണത്. ഇവർ നിറയെ തടവ ചൈനയിൽ പോയി വന്നപ്പോൾ അതേമാതിരി പുലിപ്പാണി സിദ്ധർ അങ്ങേന്ന് വന്നിരിക്കുക. നിറയെ സിദ്ധന്മാർ അങ്ങേക്ക് പോയപ്പോൾ ഒരു സ്പിരിച്വൽ പാത്ത് ഉണ്ടായിരുന്നു, അങ്ങേ ഉണ്ടായിരുന്നു. ആ സ്പിരിച്വൽ പാത്ത് ഒരു ടൈമിൽ ക്ലോസ് ആയാச்சு. அதுக்கப்புறம் ஹிஸ்ட்ரிയൊക്കെ சேஞ்ச் ஆயாச்சு. இந்தியா வேறு மாதிரி ஆயிடுச்சு, சைனா வேறு மாதிரி ஆயாச்சு, எனிமீஸ் ஆயாச்சு. அந்த மாதிரி ലെവലിലേക്ക് പോയി. അത് തിരുമ്പി ഓപ്പൺ பண்ணணும். ഓപ്പൺ பண்ணிക്കഴിഞ്ഞാൽ ആ സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഒരു എനർജി പാസ്സാവും. ഇന്ത്യക്ക് இந்த സൈഡിൽ ரொம்ப பவர்ஃபுல்லாகும். ചൈനയും കാട്ടിൽ ഇന്ത്യക്ക് கொஞ்சம் കൂടി பவர்ஃபுல்லான விஷயங்கள் கிடைக்கும் இங்கே. அதுக்கு தான் இந்த யாகம் பண்ணது. அது யாகம் பண்ணுമ്പോൾ യിങ് യാങ് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും പോയിട്ട് മണ്ണെടുത്തിട്ട് വന്നാണ് പണിയത്. ഞാൻ സൗത്ത് കൊറിയ പോയാச்சு. അങ്ങൊരു സീക്രട്ടായൊരു ഹില്ലിരിക്കുക, അങ്ങ് പോയി മണ്ണെടുത്താச்சு. ഇപ്പം നമ്മൾ സൗത്ത് കൊറിയയുടെ നാഷണൽ ഫ്ലാഗ് പാരുമ്പോൾ യിങ് യാങ് ഇരിക്കും. ഒന്നും தெரியாണ്ടല്ല ഇതെല്ലാം വെക്കണത് ഓരോ കൺട്രീസും. அவருக்கு தெரிஞ்சிட்டு தான் அந்த பவர் எடுத்துட்டு தான் அந்த கண்ட்ரிஸ். ஏன்னா பழனியில் போகரோட ஜீவ சமாதி இருக்குல்ல, அந்த சமாதிக்குள்ளே போகிறதுக்கு முன்னாடியே மேலே பார்த்தீங்கன்னா போகர் சிலை இருக்கும், பக்கத்தில் நீங்கள் சொல்கிற அந்த சிம்பிள் இருக்கும், യിങ് യാങ് സിമ്പിൾ. അത് ഇത് കണക്റ്റഡ് தான். ബോഗർ സിദ്ധർ അങ്ങേന്ന് പഴനിയിൽ ரொம்ப സീക്രട്ടാണ് ഒരു വിഷയം അവർ ചെയ്തിരിക്കുക, ബ്രില്യൻ്റ് ആയിട്ട് പണിയിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ചിട്ട് ചൊല്ലുമ്പോൾ നിറയെ വിഷയങ്ങൾ ഇരിക്കുക, സ്റ്റഡി பண்ணணும், ആരാய்ச்சி பண்ணணும், നിറയെ വിഷയങ്ങൾ സീക്രട്ട് ഇരിക്കുക. അതേമാതിരി தான் പഴനി. പഴനിയിൽ ഇവരെപ്പിടിയാത് ബ്രില്യൻ വർക്ക് പണിയെന്ന് ഞങ്ങൾക്ക് ചൊല്ലിത്തരാം. നിറയെ ആൾക്കാർക്ക് தெரியாത്തൊരു വിഷയം തന്നെ അത്. ഇപ്പോൾ പഴനിയിൽ 2 മല ഇരിക്കുക, പഴനി മല ഇരിക്കുക, ഇടുമ്പർ മല ഇരിക്കുക. അതിലൊരു സ്റ്റോറി ഇരിക്കുക. ഇടുമ്പർ അഗസ്ത്യ സിദ്ധർ ചൊല്ലിയിട്ട് കാവടി കൊണ്ട് വന്ന് മുരുകപ്പെരുമാൻ കുഴந்தையா வந்து அந்த மலை மேலே ஒன்று ஏறி ஒன்று கீழே விழுந்து அதுக்கப்புறம் வந்ததுன்னு അത് സ്റ്റോറി തന്നെ. പക്ഷെ അതുക്ക് മേലെ അതൊരു സയൻസ് ഇരിക്കുക. ഒരെണ്ണം ശിവഗിരി, ഒരെണ്ണം ശക്തിഗിരി പഴനിമല, ശിവഗിരി, ഇടുമ്പർ മല. അപ്പോൾ ഇത് 2 എനർജി കറക്റ്റ് ആവണമെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പോകുമ്പോൾ ഫോട്ടോൺ ന്യൂട്രൽ ഇരിക്കും. அந்த மாதிரி ഒരു ന്യൂട്രൽ പോയിന്റ് വേണം. പഴനിമല അപ്പടി ഒരു ന്യൂട്രൽ പോയിന്റ് ഇരിക്കുക. അതായത് നമ്മൾ പഴനിമലയ്ക്കും ഇടുമ്പർമലയ്ക്കും സൈഡിൽ ഒരു റോക്ക് ഇരിക്കുക.
ആ റോക്ക് தான் ന്യൂട്രൽ പോയിന്റ്. അപ്പോൾ ഒരു അതിൽ അങ്കിള് പഴനിമലയിലെ എനർജി കംപ്ലീറ്റ് ആവണമെങ്കിൽ இப்படி தான் നടക്കും. പഴനിമല, ഇടുമ്പർ മല, ന്യൂട്രൽ പോയിന്റ് அப்படியே റൗണ്ട് പണിക്കൊണ്ടിരിക്കും. ഈ ന്യൂട്രൽ പോയിന്റ് പേരെന്ന് தெரியுமா? സിഗണ്ടിപ്പാറ. സിഗണ്ടി ആൺ പെൺ ന്യൂട്രൽ സിഗണ്ടിപ്പാറ. ഇനി ഈ സിഗണ്ടിപ്പാറയിൽ ഒരു ലൈൻ സ്ട്രൈറ്റാக உங்களுக்கு വരച്ചാ അത് അങ്ങ് പോയി നിൽക്കും தெரியுமா? போகர் சமாதியில் போகர் அது இப்போ നമ്മൾ പ്രയർ பண்ண போகர் സമാധി ആക്ച്വലി போகர் സമാധി അല്ല ഇപ്പോൾ இருக்கிறது. അത് ശരിക്കും എൻട്രൻസ് தான். ഒരു കൈവിൻ്റെ ബോഗർ കൈവിക്ക് ഉള്ളിലേക്ക് പോയ എൻട്രൻസ് தான் അങ്ങ് വെച്ചിരിക്കുക. ശരിക്കും ബോഗർ സമാധി അങ്ങ് വെച്ചാൽ മുരുകപ്പെരുമാൾ ശിലയിരിക്കില്ല, ആ ശിലയ്ക്ക് കീഴെ താൻ ബോഗർ സമാധി. அது முருகப்பெருமாள் இப்படி நிற்கணும், எனக்கு கீழே தான் ஸ்ட்ரைட்டு கீழே தான் போகரோட அந்த பூத உடல் அங்கே இருக்கலாம். அது ஆஸ்ட்ரல் பாடி. ஓகே. അപ്പോൾ അങ്ങ് தான் ഇരിക്കുക. இந்த ന്യൂട്രൽ പോയിന്റിൽ നിന്ന് സിഗണ്ടി പറയുന്നത് കറക്റ്റ് ഒരു ലൈൻ സ്ട്രൈറ്റാണ് വരച്ചാൽ അന്ത കൈവിൽ താൻ പോയി നിൽക്കും. ബോഗർ സമാധിക്ക് ഉള്ളിലേക്ക് ആ ഗുഹയുടെ ഉള്ളിലേ പോയിട്ട് നിൽക്കും. അങ്ങ് താൻ ബോഗർ സിദ്ധിൽ വെച്ച രണ്ടാമത് ശില ഇരിക്കുന്നത്. அந்த ரெண்டாவது சிலை என்ன தெரியுமா? நிறைய ஆൾക്കാർ അതിലൊരു സീക്രട്ട് ഇരിക്കുക. രണ്ടാമത് சிலை நிறைய ആൾക്കാർ നവപാഷാണെന്ന് சொல்லும். ശരിക്കും നവപാഷാണം അല്ല, അത് ആൻറ്റി മാറ്റർ தான். ഈ ആൻറ്റി മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ 65% കൂടുതലിരിക്കുന്നത്. നമ്മളെല്ലാം മാറ്ററിലതാണ് ഒഴിവാക്കിയിരിക്കുന്നത്. இந்த എർത്ത് പ്ലാനറ്റ്സ് എല്ലാം. അതല്ലാണ്ട് യൂണിവേഴ്സ് മുഴുവൻ ഇരിക്കുന്നത് ആൻറ്റി മാറ്റർ தான். അത് എനർജി தான். இந்த എനർജി സയൻസിന് தெரியும். അത് എപ്പിടി യൂസ് பண்ணது ഇപ്പോഴും റിസർച്ച് பண்ணிക്കൊണ്ടിരിക്കുക. ഇപ്പം മാറ്റർ ആൻഡ് ആൻറ്റി മാറ്റർ ഇത് രണ്ടും ചേർന്നാൽ ரொம்ப എക്സ്പ്ലോറേഷൻ ഉണ്ടാവും. അതുതാണ് സയൻസ് சொல்லണത്. നമ്മൾ യിങ് യാങ് എന്നുള്ള சொல்லണം എന്താ അടയാളം பார்த்திருக்கியா? സിമ്പിൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, രണ്ട് ഡോട്ട് இருக்கும், വൈറ്റ് ബ്ലാക്ക് സർക്കിൾ. അതുதான் ചൈനീസിന്ന് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ യിങ് യാങ് താവോസിൻ്റെ സിമ്പിൾ അതുதான். ഇപ്പോൾ നിങ്ങൾ താവോസത്തിൽ ആ എപ്പിടി വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് പവറിനെ ബാലൻസ് பண்ண இதுதான் சிம்பிள் தான் യിങ് യാങ്. ഡേ നൈറ്റ് ആൺ പെൺ அப்படியே சொல்லிட்டு மேட்டர் அண்ட் ஆன்டி மேட்டர் அதுதான் അതിൻ്റെ ബേസിക്. ഇത് രണ്ടും ബാലൻസ് பண்ணுന്ന സിമ്പിൾ தான். ഇത് ரொம்ப പവർഫുള്ളാன ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ പഴനിമലയിലെ ബോഗർ സിദ്ധിൽ എന്നാ ചെയ്ത് വെച്ചാൽ മാറ്ററിലൊരു ശില വെച്ചാച്ച് നവപാഷാണ ശില. അത് എപ്പോൾ വെച്ചത്? കലിയുഗം സ്റ്റാർട്ട് பண்ணுമ്പോൾ അവരൊരു വരലാറ് ഇരിക്കുക. അവരൊരു കോൺഫറൻസ് കൂപ്പിട്ടാச்சு എല്ലാ സിദ്ധന്മാരെയും. കലിയുഗത്തിലും മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ് മക്കൾക്ക് എപ്പിടി കിടക്കും அப்படி டிஸ்கஸ் பண்ணிட்டு தான் அவர் இந்த டிசிஷனுக்கு വരുന്നത്. ഒരു നവപാഷാണ ശില പഴനിമലയിൽ റെഡി பண்ணாம். എന്നിട്ട് ചൈനീസ് കെമിക്കലും ഇംഗ്ല മൂലകങ്ങളും കൂട്ടിയിട്ട് தான் அந்த നവപാഷാണം റെഡി பண்ணி പഴനിമലയിൽ പ്രതിഷ്ഠ பண்ணது. അപ്പോൾ അവർ ரொம்ப ஞானி, അവർക്ക് தெரியும் മുരുകയോഗം വരപ്പോകുത്. അപ്പോൾ എന്നാ ചെയ്യാൻ முடியும்? അപ്പോൾ അവർ കീഴ് ബോഗർ സമാധിയിൽ ആൻറ്റി മാറ്ററിലൊരു ശില വെച്ചാച്ച്, മോളിന് മാറ്റർ കീഴ് ആൻറ്റി മാറ്റർ. ഇത് രണ്ടും ரொம்ப പവർഫുള്ളാവും. ഇപ്പോൾ മുരുകയുഗത്തിൽ ഇത് ആക്റ്റീവായാച്ച്, രണ്ടാമത് ശില ആക്റ്റീവായാച്ച്. അതുதான் ഞാൻ சொல்லுறது. മുരുകയുഗത്തിൽ ഉലകം മുഴുവൻ പഴനിമല തേടി വരും, ഒരു മാഗ്നറ്റ് മാതിരി. കാരണം അന്ത എനർജി தான், രണ്ടാമത് ശിലയുടെ എനർജി തന്നെ ഉലകത്തിൽ ആടപ്പോകുത്. ഞാൻ சொல்லுறது മുരുകയോഗത്തിൽ ഓരോ വിഷയങ്ങളും அப்படி தான் ആടപ്പോകുത്. അപ്പോൾ அப்படி ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സീക്രട്ട് അവർ റെഡി பண்ணி വെച്ചിരിക്കുക പഴനിമലയിൽ. அந்த ടൈമിൽ தான் നമ്മൾ എന്താ യാഗം பண்ணണത്. ആഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇന്ത്യാവുക്ക് ചൈനയുടെ അന്തർ സൈഡിൽ പവർഫുൾ ആവാൻ വേണ്ടി നമ്മൾ അന്ത ടൈമിൽ ഞാൻ എന്താ ചെയ്തത്? സിംഗപ്പൂർ പോയാച്ച്, തായ്വാൻ പോയാച്ച്, താവോയിസ്റ്റ് ലീഡറെ പോയി പാത്താച്ച്. പോയിട്ട് ഇതുകൊണ്ട് ഉങ്ക പൂർവികർ ഇങ്ക പഴനിയിൽ വന്നിരിക്കുന്നത് തിരുമ്പി വാങ്ങോ, നമുക്കൊരു അങ്ക വന്നിട്ട് എന്താ യാഗത്തിൽ അറ്റൻഡ് பண்ணுங்கോ. 5000 വർഷം 5000 ഇയേഴ്സ് മുമ്പ് നടന്നത് നമുക്ക് റിപ്പീറ്റ് பண்ணാം. അവർ വന്നാച്ച്, അവർ വന്ന് യാഗത്തിൽ വെക്കാന്ന് വെച്ച് അറ്റൻഡ് പണിയാച്ച് ഹാപ്പി ആയിട്ട് തിരുമ്പി പോയാച്ച്. അത് എനർജി ഓപ്പൺ ആയാച്ച്. അതുക്കപ്പുറമുള്ള ഹിസ്റ്ററി പൊളിറ്റിക്സ് പാരുങ്കോ. ഈ ചൈന സിൽക്ക് റൂട്ട് സ്റ്റാർട്ട് പണിയാച്ച് നടക്കല, ഇന്ത്യയുടെ നമ്പർ 1 റൂട്ട് സ്റ്റാർട്ട് പണിയാച്ച്. അന്ത സൈഡിൽ മാലദ്വീപിലെ പ്രോബ്ലത്തിൽ ഇന്ത്യക്ക് ഫേവറായിട്ട് വിഷയങ്ങൾ നടക്കണം. അത് ഇനിയും നടക്കും. ഇന്ത്യക്ക് ഇന്ത സൈഡിൽ എല്ലാ കൺട്രിയും ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ഇന്ത്യ പവർഫുള്ളായിട്ട് വരും. അതൊക്കെ എന്താ യാഗം നടത്തുന്നത്. അടുത്തത് മാർച്ച് 15 ഇൻ നെക്സ്റ്റ് മന്ത് അത് യാഗം നടക്കാൻ പോകുന്നത് ഉജ്ജയിനിൽ വെച്ചിട്ട്. പളനി ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം. അതുதான் பண்ணണത്. അത് എപ്പോഴും பண்ணണത് தெரியுமா? ഉജ്ജയിനിൽ വെച്ച് தான் ചെയ്യണത്. പളനിയിൽ പൂജ ചെയ്തിട്ട് ബൈ റോഡ് മുരുകപ്പെരുമാളുടെ ശില കൊണ്ടുപോയി ഉജ്ജയിനിൽ തമിഴ് മുറപ്രകാരം தான் ചെയ്യണത്. നമ്മൾ നേരത്തെ കേൾവി കേട്ടാച്ചില്ല, സംസ്കൃത തമിഴാന്നുള്ളത് നിറയെ സണ്ടകൾ വരുന്ന ഒരു വിഷയം. നമ്മൾ അങ്ങ പോയിട്ട് തമിഴ് தான் ചെയ്യണത്. ഉജ്ജയിനിൽ പോയിട്ട് തമിഴ് മുറപ്രകാരം தான் ചെയ്യണത്. അവിടെ ചെയ്യുമ്പോൾ എപ്പിടി എതുക്ക് ഉജ്ജയിന്ന് ചൊല്ലുമ്പോൾ ഒരു വിഷയം കൂടിയുണ്ട്. നമ്മൾ വിക്രമാദിത്യരുടെ സണ്ണിൻ്റെ പേരുകൾ പാരുങ്ങോ. സ്കന്ദഗുപ്തൻ, കുമരഗുപ്തൻ,
മുരുകപ്പെരുമാൻ പേരാ പേരാ വന്നിരിക്കുന്നത്. എപ്പിടി അവരുടെ കോയിനിൽ മുരുകപ്പെരുമാളുടെ പടം ഇരിക്കുക. ഞാൻ ഒരു മധ്യപ്രദേശിൽ ഒരു ഇടത്തിൽ മുരുകപ്പെരുമാൾ ഡയറക്ഷനിൽ പോയി വെച്ച് വിദേശ എന്നുള്ള ഇടം അല്ല ഉദയഗിരി കേവ്സ് ഇരിക്കുക. നിറയെ കേവ്സ്. ചന്ദ്രഗുപ്തൻ രണ്ടാമത് ടൈമിൽ ഇതാക്കിയത് എவ்வளோ വർഷം മുമ്പെന്ന് പറയുക. ഓരോ കേവിൽ ഓരോ ഗോഡ്. ഒരു കേവിൽ മൂന്നാമത് കേവിൽ മുരുകപ്പെരുമാളുടെ ശില താൻ വെച്ചിരിക്കുന്നത്. അത് എപ്പിടി ശില പഴനിയാണ്ടവരെ ശില അതേമാതിരിയുള്ള ശില. എപ്പിടി അത് നടന്നത് അന്ത കാലത്തിൽ അങ്ക മുരുകപ്പൂജ ഉണ്ടായിരുന്നൊരു ടൈം ഇരുന്നാച്ച് തിരുമ്പി വരാ പോകുന്നത് അങ്കേ മുരുകപ്പെരുമാളുടെ പൂജ സ്റ്റാർട്ട് பண்ண പോകുന്നത്. നമ്മളിത് അതിൻ്റെ തുടക്കം ഇങ്ങ ഉജ്ജയിനിൽ ചെയ്യാൻ പോകുന്നത് 3 വിഷയത്തേക്ക് ഇതാണ് ചെയ്യണത്. 1 ഭാരതം, അതിൻ്റെ പേര് പവർഫുൾ ആവാൻ. അപ്പോൾ ആ വാക്ക് ഇപ്പോൾ നിറയെ കേൾവി സ്റ്റാർട്ട് பண்ணிയിരിക്കുക. 2 ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിന് പവർഫുള്ളാനൊരു പൊസിഷൻ ലോകത്തിൽ കിടക്കാൻ വേണ്ടി. 3 ഇന്ത്യൻ സേനയ്ക്ക് ഡിഫൻസ് ഫോഴ്സിന് ദേവസേനാപതി മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ് കിടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഭാരത സൂപ്പർ പവർ ആണെങ്കിൽ കണ്ടിപ്പോൾ ഫോഴ്സും പവർഫുൾ ആവണം. എന്താ കൺട്രി പവർഫുൾ ആവണമെങ്കിൽ ഫോഴ്സ് പവർഫുൾ ആവണം. അതൊരു ടൈമിന് ഇന്ത്യൻ ഡിഫൻസിന് ദേവസേനാപതിയാണ് മുരുകപ്പെരുമാൾ. அதுக்கு மேலே வேற ஆள் இல்லையா. அவரோட பிளஸிங் கிடைக்க வேண்டிட்டு தான் இந்த யாகம். ஏன்னா இப்போ இருக்க சிச்சுவேஷன் உங்களுக்கே தெரியும். இப்போ முருகப்பெருமான் கையில் இருக்க மிகப்பெரிய ஆயுதமே வேல் தான். உலகத்திலேயே சக்தி வாய்ந்த ஆயுதமாக எல்லாருமே போட்டுனது அந்த வேல் தான். இதுமாரி இப்போ நம்ம பார்க்கறது அட்டோமிக் எனர்ஜி, அணுகுண்டு தான். மற்ற நாடுகளோட கம்பேர் பண்ணுறப்ப இந்தியாவில் ரொம்ப கம்மியாக தான் இருக்குது. ரஷ்யாவில் டாமினண்ட்டாக இருக்காங்க ஃபுல்லாக. முருகன் தான் ஆயுதத்தோட சொரூபம்னு பார்த்தாலே, ஆனால் இங்கே கம்மியாக இருக்குது, அங்கே அதிகமாக. இது எப்படி நம்ம எடுத்துக்கிறது? இல்லை ஸ்டார்டிங் ஆயிருக்குது இப்போ தானே ஸ்டார்டிங் தான் அதிகமாக பாருங்கோ. இந்த யாகத்துக்கு அப்புறம் என்ன நடக்க போகுதுன்னு பாருங்க. இந்த டிஃபென்ஸ் ஒரு யாகம் பண்ணுறதால இவ்வளோ விஷயங்கள் நடக்குமா? அது ഞാൻ നടക്കണ കാരണമല്ല, ഡിസിഷൻ മുരുകപ്പെരുമാളുടെ. ஓகே, അവർ ഡിസൈൻ பண்ணிட்டு നമ്മെ വെച്ച് നടത്ത പോകുന്നത്. அந்த ടൈമിൽ ഗുരുക്കൾ വന്നിട്ട് പൂജ പണണോണ്ടല്ല റിസൾട്ട് കിടക്കുന്നത്. அந்த ടൈമിൽ മുരുകപ്പെരുമാളുടെ എല്ലാ സിദ്ധന്മാരും அந்த ടൈമിൽ അവർ ഉക്കാറുണ്ട് യാഗത്തേക്ക്. ഓക്കെ ഓക്കെ, അതുதான் ഓരോ യാഗത്തേക്ക് ഇவ்வளோ റിസൾട്ട്. അല്ലാണ്ട് ഞാൻ പണണോണ്ടല്ല, ഗുരുക്കന്മാർ വന്ന് പൂജ പണണോണ്ടല്ല. അവരുടെ ഡിസിഷൻ അവർ அந்த ടൈമിൽ அந்த എനർജി ഇരിക്കുക. அந்த എനർജി കാരണം എന്താ ഇപ്പോൾ നിങ്ങൾ കേട്ടാച്ചില്ലേ ഡിഫൻസ്. ഇനി இந்த യാഗം കഴിഞ്ഞിട്ട് പാരുങ്കോ எப்படி டிஃபென்ஸ் ഫോഴ്സിനെ പറ്റി ന്യൂസ് വരെ പോകുന്നത് പാരുങ്കോ. நீங்கள் சொல்கிற விஷயம் நடக்கணும், நானும் வேண்டேன் சார். ഇതെല്ലാം നടന്നത് തന്നെ, കറക്റ്റ് തന്നെ. அந்த യാഗத்துக்கு ഞാൻ ഉങ്ങളെ വെൽക്കം நம்ம உங்க வியூவர்ஸ்னு எல்லாரையும் வெல்கம் பண்ணணும் சார். இப்போ எனக்கு லைஃப்பில் ஒரு பெரிய ஆசைன்னு பார்த்தீங்கன்னா, ஒரு தடவை முருகப்பெருமான் தரிசனம் கிடைக்கணுன்றது தான். எல்லா முருகன் பக்தர்களுக்கும் அந்த ஒரு ஆசை இருக்க தான் செய்யும். உங்களுக்கு அது நடந்திருக்கு, நீங்கள் சொல்லியிருக்கீங்க. அருட்பெருஞ்சோதி மாதிரி நீங்கள் முருகப்பெருமான ஜோதி வடிவில் பார்த்துருக்கேன்னு சொல்கிறீங்க. எப்படி நடந்துச்சு அந்த விஷயம்? அதை பற்றி எக்ஸ்பிளைன் பண்ண முடியுமா? அது ஒரு 2013 தான். அதுக்கப்புறம் நிறைய தடவை பார்த்துருக்கேன். പക്ഷേ 2013 தான் ரொம்ப പവർഫുള്ളായിട്ട് ഞാൻ பார்த்தது. ഞാൻ ഒരു കാലയിൽ ഒരു 9:30 அந்த டைம் இருக்கு காலையில். ഞാനൊരു ഫോൺ അറ്റൻഡ് பண்ணி ഗേറ്റ് എന്നോട് വീടുക്ക് പക്കത്തിലെ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് பேசி முடிச்சு ஃபோன் கட் பண்ணியாச்சு. திரும்பின டைமில் திரும்ப முடியல. அப்படியே பாடி ஃப்ரீஸ் ஆயாச்சு. എനിക്ക് ഒന്ന് കയ്യും കാലം ഒന്നും അനക്ക മുടിയില്ല. സറൗണ്ടിങ് എയർ ரொம்ப ഹോട്ടായാச்சு. കണ്ണിന്ന് ரொம்ப തണ്ണി സ്റ്റാർട്ട് പണിയാச்சு. അപ്പോൾ ആരെന്നോട് ഉള്ളിൽ ചൊല്ലുണ്ട് മുരുകപ്പെരുമാൾ രാജരൂപത്തിൽ വരപ്പോകുത് ആരെന്നോട് ചൊല്ലുണ്ട്. திடீர்னு ആരെന്നെ പഞ്ച് പണിച്ചു. ரொம்ப സ്ട്രോങ് പഞ്ചിങ്. ബോഡി ഫേസ് അപ്പടിയെ അപ്പായാச்சு. അപ്പം ഞാൻ ഒരു കാഴ്ച பார்த்தாச்சு. ഒരു കോക്കനട്ട് ട്രീയുടെ ഹൈറ്റ് ഇരിക്കും, ഒരു ക്ലൗഡ്. ആ ക്ലൗഡിൽ നിന്ന് സ്ലോലി ഒരു കൈയളവിലൊരു ജ്യോതി വെളിയിൽ വന്നാச்சு. ரொம்ப அவ்வளோ தூரம் நாளும் தாங்க முடியல. ஹோட்டு ബോഡിയൊക്കെ ரொம்ப ഷിവറായി തുടങ്ങിയാச்சு. ബോഡി റിലീസ് ആയാச்சு. ഞാൻ அப்படியே തൊഴുത് മുരുകപ്പെരുമാളെ തൊഴുത് നിന്നാச்சு. ഒരു 5 minutes அப்படியே നിൽക്കും. அதுக்கப்புறம் ജ്യോതി ക്ലൗഡുക്കുള്ളിൽ പോയാச்சு. அப்படியே ഡിസപ്പിയർ ആയാச்சு. അതുക്കப்புறம் ഞാൻ മെല്ലെ സ്ലോലി വാക്ക് വന്ന് ഉള്ളിലേക്ക് പോയാச்சு. ഇത് 5 minutesലും എന്നോട് വീട്ടിൽ നിന്ന് ആരും വെളിയിൽ വരില്ല. പക്കത്ത് വീട്ടിൽ നിന്ന് വെളിയിൽ, ഫ്രണ്ടിൽ റോഡ് ഇതായിരിക്കുന്നത്, റോഡിൽ ആരും വരില്ല. നാച്ചുറൽ ഫ്രീസ് ആയാச்சு. ഞാൻ ഉള്ളിൽ പോയി എന്നോട് വിൻഡോയിൽ കൈ പിടിച്ച് ഇപ്പോഴേ നിന്ന് ഒരു 1/2 hour നിന്നുണ്ടാവും. അതുവരെ കണ്ണിന്ന് തണ്ണി വരുന്ന ബോഡി ഷിവറിങ്. 1/2 hour കഴിഞ്ഞിട്ട് தான் ഞാൻ റിലീസായത്. അപ്പോൾ ആ ഒരു വിഷയം എനിക്ക് പുരിഞ്ഞത്, മുരുകപ്പെരുമാൾ അവളോ ഹൈ എനർജി. അതിൽ കയ്യളവ് കാണിച്ചിട്ട് താങ്ങാൻ മുടിയില്ല. അവിടെ ഫുൾ എനർജി വന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണർ അർജുനക്ക് ഒരു സ്പെഷ്യൽ പവർ കൊടുത്തിട്ടാണ് വിശ്വരൂപം കാണിക്കണത്. ഇതിൽ താങ്ങാൻ മുടിയില്ല. அதுதான் நியூக்ளியர் வேப்பன் ஓப்பனிங்கர் ഫിലിമിൽ ചൊല്ലിയിരിക്കുക. അതാ ഇത് ആ എക്സ്പ്ലോഷൻ താങ്ങാൻ മുടിയാത്. ആ കാഴ്ച അപ്പടി தான். അപ്പോൾ മുരുകപ്പെരുമാൾ അവളോ പവർഫുള്ളാன എനർജി. അത് കയ്യളവ്. അതൊരു ഭാഗ്യം ലൈഫിൽ കിടത്തിരിക്കുക. உங்களுக்கு சொல்லிய மாதிரி அது ஒரு பெரிய பாக்கியம் தான். அப்பா கேட்கும்போது ரொம்ப இதுவாக இருக்குது சார். சார், இந்த அசரீரின்ற ஒரு விஷயம் இருக்குது சார் தமிழில். அதாவது கடவுள் முகம் நம்மளுக்கு தெரியாது, ஆனால் ஏதோ ஒரு வாய்ஸ் மட்டும் நம்மளுக்கு கேட்கும் சார்.
அந்த அசரீரி போல என்ன அனுபவம் உங்களுக்கு இருக்கா? அஸ்லீரி இல்ல எனக்கு அப்படி இல்லை. ஏன்னா நீங்க முருகர் சொல்ல தான் நான் செய்யறேன்னு சொன்னீங்க. அது ஃபர்ஸ்ட் ഞാൻ சொல்லியாச்சுல கனவில் தான். செகண்ட் ஜோதிரூபம் பார்த்ததுக்கு அப்புறம் എനിക്കൊരു മെസ്സേജ് மாதிரி എനിക്ക് தெரியும். ഫസ്റ്റ് ഒരു മെസ്സേജ് ഞാൻ എന്നോട് ബുക്ക് ഇത് ബന്ധ ടൈമിൽ சொல்லണം. എന്നോട് ഒരു ഇത് ത്രീ ലാംഗ്വേജിൽ ഇറങ്ങിയിരിക്കുക. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. ഇംഗ്ലീഷിൻ്റെ പേര് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡൈമെൻഷൻ. നാലാമത്തെ അത് നമുക്ക് കണ്ടിപ്പാ പേശാം ഫോർത്ത് ഡൈമെൻഷനെ കുറിച്ച്. രണ്ടാമത് തമിഴിൻ്റെ പേര് ഓം മുരുക കുമാരികാണ്ടം നോക്കി എൻ പയനം. അതാ അപ്പോൾ ഇതിൽ ഞാൻ ചൊല്ലിയിരിക്കുന്നുണ്ട് ഒരു മെസ്സേജ് കിടത്തി കഴിഞ്ഞാൽ എന്താ മാതിരി മെസ്സേജ് കിടത്തി പിന്നെ എനിക്ക് എന്നോട് ഒരു 2-3 days ഞാൻ വേറൊരു എനർജി ഫീൽഡിലായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്തിരിക്കുക അതിൽ എനർജി ഫീൽഡാകുമ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കും. നമ്മൾ ഡീകോഡ് പണിയെടുക്കണം. சார் பழனி, இந்த பழனி முருகனை பற்றி பேசினா பேசிட்டே இருக்கலாம், அவ்வளோ விஷயங்கள் இருக்கு. எங்களுக்கு என்ன புரியலன்னா, தமிழ் மக்கள் பழனி கோயிலுக்கு வர்ற அளவுக்கு கேரள மக்கள் நிறைய பேர் வராங்க. ஃபுல்லாக அங்கே ஓணம் சரியாக தான் நாங்கள் பார்க்குறோம் சார் போன நாள். ஏன்னா நாங்கள் ஒரு 4 நாட்கள் வரைக்கும் டாக்குமெண்ட்ரிக்காக அங்கே தங்கியிருந்தோம் சார். அங்கே ஃபுல்லாக பார்க்குறப்ப கேரள மக்கள் நிறைய வந்தாங்க. அதே போல் பழனி மூலவர் பார்த்தீங்கன்னா கேரளாவை பார்த்த மாதிரி தான் பிரதிஷ்டை பண்ணப்பட்டிருக்காரு. இதை பற்றி உங்களால் விளக்க முடியுமா? അല്ല ഇതൊക്കെ പിരിച്ചു பார்ക്കണം തമിഴ് മലയാളികളുള്ളത്. ഞാൻ ചൊല്ലത് ഉലകം മുഴുവൻ പഴനി നോക്കി വരുന്നതാണ് ചൊല്ലണത് ഇന്ന മുരുക യുഗത്തിൽ. அந்த விஷயங்கள் தான் நடக்க போகுது. கேரளா மட்டும் இல்லை, உலகம் முழுவதும் பயணத்தை ഞാൻ கொஞ்ச நேரம் சொல்லியது அந்த மேட்ரு ஆன்டி ஆன்டி மேட்ரு சீக்ரெட்டு, அந்த ரெண்டாவது சிலோட எனர்ജി വെളിയിൽ വരുന്ന ടൈം, ഇவ்வளோ സബ്ജക്റ്റ് നടക്കുമ്പോൾ കണ്ടിപ്പാக ഉലകം മുഴുവൻ പഴനി നോക്കിയിട്ട് വരും. പിന്നെ കേരള നോക്കി നിൽക്കുക അതെനിക്ക് தெரியாது. இந்த மாந்திரிகம், பில்லி சூனியம், இந்த நெகட்டிவ் எனர்ஜியை ஸ்ப்ரெட் பண்ணுற விஷயம், இது எல்லாத்துக்கும் சேர்த்து ஒரே கடவுளை வழிபடணும், முருகனை வழிபடணும்னு சொல்லி ஆண்டவர்கள் சொல்கிறாங்க சார். இதை பற்றின உங்களோட புரிதல் சார்? കാരണം മുരുകപ്പെരുമാൾ എല്ലാ ഇപ്പോൾ ജ്യോതിശാസ്ത്രം എല്ലാ ശാസ്ത്രത്തിൻ്റെയും മേലെ தான் മുരുകപ്പെരുമാൾ, എല്ലാ നോളേജിൻ്റെയും മേലെ தான். അപ്പോൾ കണ്ടിപ്പോൾ എന്ത് സബ്ജക്റ്റ് എടുക്കുമ്പോഴും നമ്മൾ മുരുകപ്പെരുമാളെ വണങ്ങി ചെയ്യണതും അവരുടെ ഗൈഡൻസിൽ പണണതും അവരെ ഉപാസന பண்ணி ചെയ്യണതും பவர்ஃபுல்லாக ஆയിരിക്കും. அடுத்து சித்த மருத்துவம் சார்ந்த ஒரு விஷயம். இப்போ அலோபதி கிடைக்கிற ஒரு லைம்லைட் இருக்குல்ல, அது சித்த மருத்துவத்துக்கு பெருசாக கிடையாது. கொரோனாவுக்கு யார் முதல்ல வேக்சின் கண்டுபிடிக்க போகிறோன்னு உலகமே ஓடிட்டு இருந்துச்சு. அப்போ சித்த மருத்துவம் சைட்லேருந்து பல பேரும் கிளைம் பண்ணாங்க நாங்கள் கண்டுபிடிக்கிறோம்னு சொல்லிட்டு. பட் அது பெருசாக வேலிடாக இல்லை. நிறைய அடுக்கடுக்கான குற்றச்சாட்டுகளும் சுமத்தப்பட்டு கைது வரைக்கும்லாம் போச்சு. அதெல்லாம் நீங்கள் பார்த்துருப்பீங்க கண்டிப்பாக. 18 சித்தர்கள் அருளின விஷயத்தை தான் இப்போ இருக்க சித்த மருத்துவம் நாம் ப்ராக்டிஸ் பண்ணிக்கிட்டு இருக்கோம் சார். நவபாஷான சிலை அப்படின்றது எல்லா நோய்களுக்கான ஒரு மாத்திரை, கிட்டத்தட்ட அந்த ஷேப் அது அப்படின்னு சொல்லிட்டு ஆண்டோர்கள் சில பேர் எங்ககிட்ட சொல்லியிருக்காங்க. அப்போ நவபாஷண சிலை அப்படின்றது ஒரு மருந்தா சார் முழுக்க முழுக்க? ஏன்னா அபிஷேகம் பண்ண நீருக்கு அவ்வளோ டிமாண்ட் இருக்கும். അത് മരുന്ന് താൻ, അത് പാഷാണ് സ്പെഷ്യൽ കൂട്ടാകുമ്പോൾ അത് ഔഷധം താൻ, മെഡിസിൻ താൻ. പക്ഷേ ഞാൻ ചൊല്ലണത് എന്ത് സയൻസ് ഡെവലപ്പ് ആവണമെങ്കിൽ റിസർച്ച് பண்ணണം. റിസർച്ച് பண்ணால ഒരു ചാൻസ് ഇല്ല സിദ്ധ സയൻസിന്. അലോപ്പതിക്ക് ചാൻസ് ഇല്ല. അത് എപ്പിടി വന്നത് ഒരു ടൈമിൽ വേൾഡിൽ പൊളിറ്റിക്കൽ ചേഞ്ച് വന്നപ്പോൾ அந்த കൺട്രീസൊക്കെ ഡെവലപ്പായി വന്നപ്പോൾ അവർ ചൊല്ലണത് தான் നടക്കും. ഏത് കൺട്രി ഉലകത്തിൽ കൺട്രോൾ பண்ணணும் അവരുടെ ഇഷ്ടത്തിൽ தான் அந்த വേൾഡിൽ നടക്കുക. அந்த ടൈമിൽ നടന്ന മോഡേൺ മെഡിസിൻ നടത്തുക, മോഡേൺ മെഡിസിൻ തപ്പല്ല, നല്ലത് താൻ, പക്ഷേ അതൊക്കെ സൈഡ് എഫക്റ്റും ഇരിക്കുക. പക്ഷേ அந்த കൺട്രീസിൻ്റെ ഒരു ബേസിക്കലി അതെല്ലാം നടന്നത്. അപ്പോൾ നമ്മൾ ആയുർവേദം സിദ്ധ ഒക്കെ ഡൗൺ ആയാച്ച് തിരുമ്പി വരുന്ന ടൈമിൽ ഇതെല്ലാം തിരുമ്പി വരും, വന്ന് തന്നെ ആവണം. കാരണം അതിൽ പൊളിറ്റിക്സ് ഇരിക്കുക. ഒരു ഏത് കൺട്രി ചൊല്ലണം. ഇപ്പോൾ ഏലിയൻസിനെ പറ്റി ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ മൈൻഡിൽ എന്നാ വരും, ഒരു മൊട്ടത്തല, ഒരു ഗ്രേ മൊട്ടത്തല, அந்த കണ്ണിപ്പിടി, ചെവി ഇപ്പിടി, അവർ എർത്തിൽ അറ്റാക്ക് പണ്ണാൻ വരും. എപ്പിടി നമ്മുടെ മൈൻഡിൽ അത് വന്നാച്ച് ഹോളിവുഡ് ഫിലിംസ് താൻ. E.T. ഇൻഡിപെൻഡൻസ് ഡേ എന്നൊരു പടം വന്നിരിക്കുക 96 അതിൽ എർത്തിനെ അറ്റാക്ക് പണ്ണുമ്പോൾ ഏലിയൻസ് വന്നപ്പോൾ അവർ തിരുമ്പി അറ്റാക്കാൻ ആര് പോണത്? US ഇത് ഡിഫൻസ് താൻ പോണത്. എന്താ ഡേറ്റിൽ പോകുന്നത്? July 4th താൻ പോണത്. July 4th അമേരിക്കൻസ് ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേ സെയിം എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. കാരണം അവർക്കത് ചെയ്യാൻ முடியும், അവരവളെ പവർഫുൾ ആയിരുന്നു. ഇത് തിരുമ്പി വരുന്ന ടൈമായാച്ച് നമ്മ ചൊല്ലുന്ന ഹിസ്റ്ററി മക്കൾ എടുക്കണ മാതിരി വരണം. നമ്മൾ ചൊല്ലി അത് ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് അതൊക്കെ ഇതാ ഇന്ത്യ സൂപ്പർ പവർ എന്നുള്ള പൊസിഷനിലേക്ക് വരുന്ന ഒരു ടൈം ഇതാ. ഇപ്പോൾ നിങ്ങൾ ഇത് ചൊല്ലിയാച്ചില്ലേ നവപാഷ, ഞാൻ ചൊല്ലുന്നത് രണ്ടാമത്തെ ചിലയെ പറ്റിയിട്ട് ആൻറ്റി മാറ്റർ இந்த உலகத்தில் சயின்ஸில் கண்ட்ரோல் பண்ண முடியாத எனர்ஜி தான். குமாரிகான பீப்புள் அது யூஸ் பண்ணியிருந்தாச்சு. அப்படி தானே அவர் யூனிவர்சல் ட்ராவல் பண்ணிது. அது ஆன்டி கிராவிட்டி தான். அது கிடைச்சா யூனிவர்சல் ட்ராவலൊക്കെ ரொம்ப ഈസിയാവും. അപ്പോൾ இந்த ഒരു സബ്ജക്റ്റ് പ്രോഗ്രസ്സർക്ക് തെരിയണ ഒരു ടൈമിൽ ഇന്ത്യക്ക് അത് കിടക്കുന്ന ഒരു ടൈമിൽ ഇന്ത്യ സൂപ്പർ പവർ ആവും. അപ്പോൾ നമ്മൾ ഈ മെഡിസിനല്ല നമ്മൾ ചൊല്ലണ ഹിസ്റ്ററി தான் വേൾഡ് ഹിസ്റ്ററി.
அது எப்பளும் அப்படி தான் இருக்குது. ஆறு ரூல் பண்ணனா அவருக்கு ஹிஸ்ட்ரி தான் வேர்ல்டு, வின் பண்ணுற ஆൾக்காரு தான் ஹிஸ்ட்ரி தான் வேர்ல்டு. இப்போ நம்ம ஹிஸ்ட்ரி தான் வர டைம் ஆயாச்சு, நம்மளும் சொல்லണത് உலகம் இருக்குது. நிகழ்ச்சியில் கலந்துக்கிட்டு எல்லா கேள்வியும் பதில் சொல்லுங்க. மிக்க நன்றி சார்.